أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തിലെ വിനയത്തിൻ്റെയും താഴ്മയുടെയും വശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ആ പ്രതിപാദ്യം തന്നെയാണ് തുടരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിൻ്റെ മാനദണ്ഡം എന്തായിരുന്നു? ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഉദാഹരണങ്ങൾ നൽകി നിബിതങ്ങൾ അത് പ്രകടിപ്പിക്കുമായിരുന്നു. അതുപ്രകാരം ഹസ്രത്ത് യഹ്യ ബിൻ അബി കസീറിൽ നിന്ന് നിവേദനം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, ഞാൻ ഒരു അടിമ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുന്നു, ഒരടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു, എന്നാൽ ഞാനും ഒരു ദാസൻ മാത്രമാണ്. അതായത് നേതാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പോലെയുള്ള അഹങ്കാരവും ആത്മപ്രശംസയും പ്രകടനപരതയും എൻ്റെ ഉള്ളിലില്ല. ഇതേപോലെ ഒരു നിവേദനമുണ്ട്. ഹസ്രത്ത് അനസിൽ നിന്നുള്ള റിവായത്താണിത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ബ എന്നു പേരുള്ള ഒരു ഒട്ടകമുണ്ടായിരുന്നു. അത് അതിവേഗം ഓടുന്നതായിരുന്നു. അതിനെ മറികടക്കാൻ ഒരു ഒട്ടകത്തിനും സാധിക്കുമായിരുന്നില്ല. ഒരു ഗ്രാമീണ അറബി തൻ്റെ ഒരു ചെറുപ്രായമുള്ള ഒട്ടകത്തിന്മേൽ സവാരി ചെയ്തു വന്നു. മത്സരത്തിൽ ആ ഒട്ടകം അദ്ബയേക്കാൾ മുന്നിലായിപ്പോയി. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അത് കഠിനമായി അനിഷ്ടകരമായി തോന്നി. അദ്ബ പിന്നിലായി പോയല്ലോ എന്നും, നിങ്ങൾ മുന്നിലായി പോയല്ലോ, അല്ലെങ്കിൽ മുന്നിലാകുന്ന നേരത്ത് അതിനെ തടയാമായിരുന്നു എന്നും പറഞ്ഞു. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായിരുന്നു എന്നത് പരിഗണിക്കണമായിരുന്നു. ഏതായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സമീപനം കണ്ടു പറഞ്ഞു, അള്ളാഹു ദുനിയാവിൽ ഒരു വസ്തുവിനെ ഉയർത്തുന്നത് പോലെ അതിനെ താഴ്ത്താനുള്ള അധികാരവും അവനുണ്ട്. ഇതിൽ ഇപ്രകാരം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് അള്ളാഹു തന്നെ ചെയ്യുന്നതാണ്. മുകളിലേക്ക് പോകുന്ന വസ്തുക്കൾ താഴേക്കും വരുന്നു. സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അസൂയയിൽ അകപ്പെടുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എപ്പോഴും ദൈവത്തിൻ്റെ അസ്തിത്വം മാത്രമായിരുന്നു. അവൻ്റെ മേൽക്കോയ്മ മാത്രമാണ് ദുനിയാവിന് കാണിച്ചു കൊടുക്കാൻ നിബിതങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. എത്രമാത്രം വിനയത്തോടെയാണ് നിബിതങ്ങൾ ഉണർത്തുന്നത്! ഇതിൽ ദേഷ്യപ്പെടേണ്ട എന്ത് കാര്യമാണുള്ളത്? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇതിലൂടെ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുന്നത്. പിന്നെ വിനയത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ഹസ്രത്ത് ഉമർ ഇപ്രകാരം പ്രതിപാദിക്കുന്നു, ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉംറയുടെ അനുവാദം ചോദിച്ചു. നിബിതങ്ങൾ അനുവാദം നൽകിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദര, താങ്കളുടെ ദുആയിൽ എന്നെ മറക്കല്ലേ. ഹസ്രത്ത് ഉമർ പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസ്താവന എങ്ങനെയുള്ളതായിരുന്നുവെന്നാൽ, ഇതിനു പകരമായി എനിക്ക് മുഴുവൻ ദുനിയാവും ലഭിച്ചിരുന്നാൽ പോലും എനിക്ക് ഇത്രമാത്രം സന്തോഷമുണ്ടാകുമായിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹു നിർബന്ധമാക്കുകയും ദുആ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ നിബിതങ്ങൾ തൻ്റെ ഒരു ശിഷ്യനോട് തനിക്കായി ദുആ ചെയ്യുക എന്ന് പ്രസ്താവിക്കുന്നത് വിനയത്തിൻ്റെ ഉത്തുംഗതയാണ്. ഒരുതരം ജോലിയും ചെയ്യുന്നതിൽ നിബിതങ്ങൾ ലജ്ജിച്ചിരുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിബിതങ്ങൾ സ്വയം ചെയ്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുപ്രകാരം ഒരു റിവായത്തുണ്ട്. ഹസ്രത്ത് അബൂ സയ്യിദ് ഖുദരി പ്രസ്താവിക്കുന്നു,
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൺകുട്ടിയുടെ അരികിലൂടെ കടന്നുപോയി. അവൻ ഒരു ആടിൻ്റെ തോൽ ഉരിക്കുകയായിരുന്നു. അപ്പോൾ നിബിതങ്ങൾ അവനെ അവിടെ നിന്ന് നീക്കിക്കൊണ്ട് പ്രസ്താവിച്ചു, നീ പിന്നോട്ട് മാറുക, ഞാൻ നിനക്ക് ശരിയായ രീതി കാണിച്ചു തരാം. കാരണം തോൽ ഉരിക്കുന്നതിൽ നിനക്ക് നൈപുണ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്രകാരം നിബിതങ്ങൾ തൻ്റെ കൈ തോലിലും ഇറച്ചിക്കുമിടയിൽ കയറ്റി അത് കക്ഷം വരെ മറയുന്നത് വരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് നിബിതങ്ങൾ പ്രസ്താവിച്ചു, ഇതുപോലെ ചെയ്യുക, അല്ലയോ കുട്ടി, ഈ രീതിയിൽ തോൽ ഉരിക്കുക. നിബിതങ്ങൾ അവൻ്റെ ആ ജോലി മുഴുവൻ ചെയ്യുകയും അവൻ അത് പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇതേപോലെ വിനയത്തോടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള മറ്റൊരു റിവായത്തുണ്ട്. ഹസ്രത്ത് ഖബ്ബാബിൻ്റെ മകളിൽ നിന്നുള്ള റിവായത്താണിത്. അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആടിൻ്റെ പാൽ കറക്കുന്നതിനായി, അല്ലെങ്കിൽ ആടിൻ്റെ പാൽ കറക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നപ്പോൾ നിബിതങ്ങൾ അതിനെ കെട്ടുകയും അതിൻ്റെ പാൽ കറക്കുകയും ചെയ്തു. അപ്പോൾ നിബിതങ്ങൾ പ്രസ്താവിച്ചു, വലിയ പാത്രം കൊണ്ടുവരിക. അവർ ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിബിതങ്ങൾ പ്രസ്താവിച്ചു, അല്ല, ഇതിനേക്കാൾ വലിയ പാത്രം കൊണ്ടുവരൂ. അങ്ങനെ ഞാൻ ഒരു വലിയ പാത്രം കൊണ്ടുവന്നു. നിബിതങ്ങൾ അതിൽ പാൽ കറന്നു, അത് നിറയുന്നത് വരെ കറന്നു. പിന്നീട് നിബിതങ്ങൾ പ്രസ്താവിച്ചു, നീ സ്വയം കുടിക്കുകയും നിന്റെ അയൽക്കാർക്ക് കുടിക്കാൻ നൽകുകയും ചെയ്യുക. തീർച്ചയായും നിബിതങ്ങളുടെ ദുആയുടെ ബർക്കത്തുകൊണ്ട് അതിൽ അസാധാരണമായ വർധനവുണ്ടായി എന്ന് നിബിതങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിബിതങ്ങൾ അവരോട് പ്രസ്താവിച്ചു, ഈ ബർക്കത്ത് മറ്റുള്ളവർക്കും നൽകുക എന്ന്. ആ സമയത്ത് ആടിൽ നിന്ന് ഇരട്ടിപ്പാൽ കറക്കപ്പെടുകയുണ്ടായി. സലാം പറയുന്നതിലും മജ്ലിസിൽ ഇരിക്കുന്നതിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയപൂർവമായ അവസ്ഥയും ഉന്നതമായ ധാർമ്മിക നിലവാരത്തിൻ്റെയും ഉദാഹരണവും ലഭിക്കുന്നുണ്ട്. അതുപ്രകാരം ഒരു റിവായത്ത് ഹസ്രത്ത് അനസ് ഇബ്നു മാലിക് പ്രസ്താവിക്കുന്നു, ഏതെങ്കിലും ഒരു വ്യക്തി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വരുമ്പോൾ നിബിതങ്ങൾ അയാൾക്ക് ഹസ്തദാനം ചെയ്യുമായിരുന്നു. ആ വ്യക്തി സ്വയം കൈ പിൻവലിക്കുന്നതുവരെ നിബിതങ്ങൾ തൻ്റെ കൈ അയാളുടെ കയ്യിൽ നിന്ന് പിൻവലിക്കുമായിരുന്നില്ല. ആ വ്യക്തി സ്വയം മുഖം തിരിക്കുന്നതുവരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ തിരുവദനം അയാളുടെ മുഖത്തു നിന്ന് തിരിക്കുമായിരുന്നില്ല. ഒപ്പമിരിക്കുന്ന ആളുടെ മുമ്പിൽ നിബിതങ്ങൾ കാൽമുട്ടുകൾ നീട്ടിയിരിക്കുന്നതായി ഒരിക്കലും കാണപ്പെട്ടിട്ടില്ല. ഒരു റിവായത്തുണ്ട്, ഹസ്രത്ത് അബൂ മുസന്ന അംലൂക്കിൽ നിന്ന് നിവേദനം. അദ്ദേഹം പ്രസ്താവിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിബിതങ്ങൾക്ക് മുമ്പുള്ള അമ്പിയാക്കളും ഊന്നുവടിയുടെ സഹായത്തോടെ നടക്കുമായിരുന്നു. അതിന്മേൽ ചാരി നിൽക്കുമായിരുന്നു. ഈ വടി ഏതെങ്കിലും പ്രതാപം കാണിക്കാനോ വലിയവനാണെന്ന് ഭാവിക്കാനോ ഉള്ളതായിരുന്നില്ല. മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വിനയത്തിൻ്റെയും താഴ്മയുടെയും ഭാഗമായിട്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാകട്ടെ എല്ലാവരേക്കാളും മുന്നിലായിരുന്നു. പിന്നെ വിനയം കൈക്കൊള്ളാനായുള്ള ഉപദേശവും യുക്തിസഹമായ രീതിയിലാണ് നിബിതങ്ങൾ നൽകാറുണ്ടായിരുന്നത്. ഇപ്രകാരം ഒരു റിവായത്തുണ്ട്. ഇബ്നു ഹസം പ്രസ്താവിക്കുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒട്ടക ഉടമകളും ആടുടമകളും തമ്മിൽ വമ്പും മേനിയും നടിച്ചുകൊണ്ട് ഒരു മത്സരം നടന്നു. ഒട്ടക ഉടമകൾ, അതായത് കൂടുതൽ ഒട്ടകങ്ങൾ കൈവശമുള്ള ഉടമകൾ പറഞ്ഞു, ഞങ്ങളാണ് നിങ്ങളെക്കാൾ വലിയവർ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ വ്യാപ്തി കൂടുതലാണ്. ആടുടമകൾ പറഞ്ഞു, ഞങ്ങളാണ് കൂടുതൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മത്സരം നടക്കുമ്പോഴും തർക്കം നടക്കുമ്പോഴും നിബിതങ്ങൾ അവിടെ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, മൂസ നബിയായി നിയോഗിക്കപ്പെട്ടു, അദ്ദേഹം ആടുകളെ മേയ്ക്കുമായിരുന്നു. ദാവൂദ് നബിയായി നിയോഗിക്കപ്പെട്ടു, അദ്ദേഹവും ആടുകളെ മേയ്ക്കുമായിരുന്നു. ഞാനും നബിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ഞാനും എൻ്റെ കുടുംബത്തിൻ്റെ ആടുകളെ അജ്യാദ് എന്ന സ്ഥലത്ത് മേയ്ക്കുമായിരുന്നു. മേനി നടിച്ചവർക്ക് ഉപദേശം നൽകുകയും ചെയ്തു. ആരുടെ മുമ്പിലാണോ തങ്ങളുടെ മേന്മ പ്രകടിപ്പിച്ചത്, അതായത് ആടുടമകളെ ചെറുതായി കണ്ടത്, അവരെ നിബിതങ്ങൾ സമാശ്വസിപ്പിച്ചു. അജാദിനെക്കുറിച്ച് നിബിതങ്ങൾ പ്രസ്താവിച്ചത് മക്കയിൽ സഫാക്ക് മുമ്പുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തെ ജിയാദ് എന്നും പറയപ്പെടുന്നു. ഒരു മേന്മയും നിബിതങ്ങൾ പ്രകടിപ്പിച്ചിരുന്നില്ല. ദരിദ്രരോടും നിബിതങ്ങൾ വിനയത്തോടെ ഇടപെടുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്രകാരം ഹസ്രത്ത് അനസ് ഇബ്നു മാലിക്കിൽ നിന്നുള്ളൊരു റിവായത്തുണ്ട്. ബദ്ദുക്കളിൽ, അതായത് ഗ്രാമവാസികളിൽ താമസിക്കുന്നവരിൽ സാഹിർ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി ഗ്രാമത്തിലെ ചില സമ്മാനങ്ങൾ കൂടെ കൊണ്ടുവരുമായിരുന്നു. അവിടെയുള്ള വ്യത്യസ്തമായ ഗ്രാമീണ വസ്തുക്കൾ കൊണ്ടുവരുമായിരുന്നു.
അദ്ദേഹം തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങളും വിഭവങ്ങളും നൽകി യാത്ര അയക്കുമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കാറുണ്ടായിരുന്നു, സാഹിർ നമ്മുടെ ബദ്ദുവായ, അതായത് ഗ്രാമവാസിയായ സുഹൃത്താണ്, നാം അദ്ദേഹത്തിൻ്റെ നഗരവാസിയായ സുഹൃത്തുമാണ് എന്ന്. ഒരു ദിവസം സാഹിർ അങ്ങാടിയിൽ തൻ്റെ ചില സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അരികിൽ വരികയും പിന്നിലൂടെ വന്ന് അദ്ദേഹത്തെ തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഹസ്രത്ത് സാഹിറിന് തിരുമേനിയെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ഇതാരാണ്? എന്നെ വിടൂ. എന്നാൽ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് തൻ്റെ മുതുക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത മാറിടത്തോട് ചേർക്കാൻ തുടങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഈ അടിമയെ വാങ്ങുക? ഹസ്രത്ത് സാഹിർ ബോധിപ്പിച്ചു, യാ റസൂലല്ലാഹ്, എങ്കിൽ എന്നെ ഒരു നഷ്ടക്കച്ചവടമായിട്ടായിരിക്കും അങ്ങ് കണ്ടെത്തുക. എന്നെ ആര് വാങ്ങാനാണ്? അതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ അടുക്കൽ നീ ഒരു നഷ്ടക്കച്ചവടമല്ല എന്നോ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നീ വളരെ വിലപ്പെട്ടവനാണ് എന്നോ പ്രസ്താവിച്ചു. ഇതേ സംഭവം ഒരു ഖുതുബയിൽ പ്രതിപാദിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് ഇപ്രകാരം പ്രതിപാദിച്ചിട്ടുണ്ട്: ജന്മനാലുള്ള ചില വൈകല്യങ്ങൾ കാരണം അതീവ വിരൂപനായ, അതായത് അധികം ഭംഗിയില്ലാത്ത ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം ദരിദ്രനുമായിരുന്നു. ശരീരവും വസ്ത്രങ്ങളും പൊടി പിടിച്ചതായിരുന്നു. ആ അവസ്ഥയിൽ വിയർപ്പിൽ കുളിച്ച് അദ്ദേഹം അങ്ങാടിയിൽ ആരുടെയോ എന്തോ വസ്തു വിൽക്കുകയായിരുന്നു. എന്നാൽ ആ സ്വഹാബിയിൽ ഹുസൂറിൻ്റെ ഹൃദയത്തിൽ വിലയുള്ള എന്തോ ഒന്നുണ്ടായിരുന്നു. നബി തങ്ങൾ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് സ്വന്തത്തോട് തന്നെ അറപ്പ് തോന്നിയിരിക്കാം. ഞാൻ വിയർപ്പിൽ കുളിച്ചിരിക്കുകയാണ്, എൻ്റെ മേൽ മണ്ണ് പുരണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്വന്തത്തെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ അദ്ദേഹം സ്വയം അസ്വസ്ഥനായിട്ടുമുണ്ടാകാം. നബി തങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ വരികയും കുട്ടികളോട് കളിക്കുന്നത് പോലെ തൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പൊത്തുകയും ചെയ്തു. നബി തങ്ങളുടെ ശരീരത്തിൽ രോമങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു. ശരീരം വളരെ മൃദുവായിരുന്നു എന്നതിനാൽ നബി തങ്ങളുടെ കൈകൾ തന്നെയാണെന്ന് അദ്ദേഹം തൊട്ടറിഞ്ഞു. അതിനുമേൽ അദ്ദേഹവും സ്നേഹത്തോടെ തൻ്റെ ശരീരം നബി തങ്ങളുടെ ശരീരത്തോട് ഉരസാൻ തുടങ്ങി. അതുമൂലം നബി തങ്ങളുടെ ദേഹത്തും വസ്ത്രങ്ങളിലും അഴുക്കുപുരളാൻ തുടങ്ങി. എങ്കിലും നബി തങ്ങൾക്ക് ഒട്ടും തന്നെ അപ്രിയം തോന്നിയില്ല. ഹുസൂർ അദ്ദേഹത്തിൻ്റെ മേൽ കൈവച്ചുകൊണ്ട് പ്രസ്താവിച്ചു, ഇത് എൻ്റെ അടിമയാണ്, ഇവനെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? അതിൽ അദ്ദേഹത്തിൻ്റെ, അതായത് ആ സ്വഹാബിയുടെ ഹൃദയം നിറഞ്ഞു വന്നു. നബി തങ്ങളോട് പറഞ്ഞു, എൻ്റെ യജമാനനെ, ഇതൊരു ലാഭമില്ലാത്തതും വിലയില്ലാത്തതുമായ വസ്തുവാണ്, ഇതിനാര് വാങ്ങാനാണ്? നബി തങ്ങൾ പ്രതിവദിച്ചു, ഒരിക്കലുമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിന് വലിയ വിലയുണ്ട്. ഹസ്രത്ത് ഹസൻ ബിൻ അലി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവഗുണത്തെയും ജനങ്ങളോട് വിനയത്തോടും സൽസ്വഭാവത്തോടും കൂടി ഇടപെടുന്നതിനെയും നബി തങ്ങളുടെ ഗാംഭീര്യത്തെയും ചിത്രീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പ്രസ്താവിക്കുന്നു: ഞാൻ എൻ്റെ അമ്മാവൻ ഹിന്ദ് ബിൻ അബി ഹാലയോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപലാവണ്യത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപലാവണ്യത്തെ നന്നായി വർണ്ണിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ മുന്നിൽ അതിനെക്കുറിച്ച് അല്പം പ്രതിപാദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാംഭീര്യവും പ്രതാപവുമുള്ള രൂപത്തോടു കൂടിയ വ്യക്തിയായിരുന്നു. നബി തങ്ങളുടെ അനുഗ്രഹീത മുഖം 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങിയിരുന്നു. പിന്നീട് അദ്ദേഹം ഈ പൂർണ്ണമായ ഹദീസ് വിവരിച്ചു, എല്ലാ വിവരങ്ങളും ചിത്രീകരിച്ചു. ഹസ്രത്ത് ഹസൻ പ്രസ്താവിക്കുന്നു, എനിക്ക് ലഭിച്ച ആ വിവരങ്ങളെല്ലാം ഞാൻ ഒരുപാട് കാലം ഹസ്രത്ത് ഹുസൈനിൽ നിന്ന് മറച്ചു വെച്ചു. പിന്നീട് അദ്ദേഹത്തോട് അത് വിവരിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം ഈ കാര്യത്തിൽ എന്നേക്കാൾ മുൻകടന്നിട്ടുണ്ടെന്നാണ്. ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം എന്നേക്കാൾ മുമ്പ് തന്നെ അദ്ദേഹം അമ്മാവനോട് ചോദിച്ചറിഞ്ഞിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം തൻ്റെ പിതാവിനോടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്കുള്ള വരവിനെയും പോക്കിനെയും കുറിച്ചും നബി തങ്ങളുടെ രൂപഭാവത്തെക്കുറിച്ചും ചോദിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഒരു കാര്യവും ബാക്കി വെച്ചിട്ടില്ലെന്നും മനസ്സിലായി. അത് ഇമാം ഹുസൈൻ പ്രസ്താവിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു. ആദ്യത്തെ കാര്യങ്ങളെല്ലാം വീട്ടിന് പുറത്തുള്ളവയായിരുന്നു. വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഹസ്രത്ത് അലിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രസ്താവിച്ചു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിലേക്ക് എഴുന്നള്ളുമ്പോൾ വീട്ടിലെ സമയത്തെ 3 ഭാഗങ്ങളായി വിഭജിക്കുമായിരുന്നു. ഒരു ഭാഗം അള്ളാഹുവിനായി വഖഫ് ചെയ്യുമായിരുന്നു, ഒരു ഭാഗം തൻ്റെ കുടുംബത്തിനായും, ഒരു ഭാഗം സ്വന്തത്തിനായും. പിന്നീട് തൻ്റെ ഭാഗത്തെയും
നിബിതങ്ങൾ സ്വന്തത്തിനും ജനങ്ങൾക്കുമിടയിലായി വീതിക്കുമായിരുന്നു. അതിൽ പ്രത്യേക സ്വഹാബികൾ മുഖേന സാധാരണ ജനങ്ങളിലേക്ക് ദീനിൻ്റെ കാര്യങ്ങൾ എത്തിക്കുകയും അവരിൽ നിന്ന് ഒരു കാര്യവും ഒളിച്ചു വെക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. നിബിതങ്ങളുടെ സീറത്തിൽ ഉമ്മത്തിൻ്റെ വിഹിതം വിഭജിക്കുന്ന രീതി ഇപ്രകാരമായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകുന്നതിൽ ഉമ്മത്തിലെ ശ്രേഷ്ഠരായ ആളുകൾക്ക് മുൻഗണന നൽകുമായിരുന്നു. ദീനിലെ ശ്രേഷ്ഠതയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ വിഭജനം. അവരിൽ ചിലർക്ക് ഒരു ആവശ്യമുണ്ടാകും, ചിലർക്ക് 2 ആവശ്യമുണ്ടാകും, ചിലർക്ക് പല ആവശ്യങ്ങളുമുണ്ടാകും. നിബിതങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അവരോടൊപ്പം വ്യാപൃതനാകുമായിരുന്നു. അവരുടെ ചോദ്യത്തിനുമേൽ അവരെയും ഉമ്മത്തിനെയും ഇസ്ലാഹ് ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ ഏർപ്പെടുത്തുകയും അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു. നിബിതങ്ങൾ പ്രസ്താവിക്കുമായിരുന്നു, നിങ്ങളിൽ ഹാജരുള്ളവർ ഹാജരില്ലാത്തവരോട് ഈ കാര്യങ്ങൾ എത്തിക്കുക. തൻ്റെ ആവശ്യം എത്തിക്കാൻ സാധിക്കാത്തവൻ്റെ ആവശ്യം എൻ്റെ അടുക്കൽ എത്തിക്കുക. എന്തെന്നാൽ സ്വന്തമായി എത്തിക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു വ്യക്തിയുടെ ആവശ്യം ആര് ഒരു ഭരണാധികാരിയുടെ അടുക്കൽ എത്തിക്കുന്നുവോ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവന് സ്ഥിരത പ്രദാനം ചെയ്യും. അതുകൊണ്ട് ഇതിൽ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഭാരവാഹികൾക്കും ഒരു ഉപദേശമുണ്ട്. അവർ മർക്കസിലേക്ക് ആവശ്യക്കാരുടെ കാര്യങ്ങൾ എത്തിക്കേണ്ടതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പ്രതിപാദിക്കപ്പെടുമായിരുന്നുള്ളൂ. ഇതല്ലാത്ത മറ്റാരും പറയുന്ന ഒരു കാര്യവും നബിതങ്ങൾ സ്വീകരിക്കുമായിരുന്നില്ല. ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ അർത്ഥനയുമായി വരുമായിരുന്നു. എന്നാൽ ഒന്നും നേടാതെ അവർ മടങ്ങിപ്പോകുമായിരുന്നില്ല. അവർ ഖൈറിലേക്ക് നിർദ്ദേശം നൽകുന്നവരായിട്ടായിരുന്നു പുറപ്പെട്ടിരുന്നത്. അദ്ദേഹം, അതായത് ഹസ്രത്ത് ഇമാം ഹുസൈൻ പറയുന്നു, പിന്നീട് ഞാൻ എൻ്റെ പിതാവിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് ആ സമയത്ത് നബിതങ്ങൾ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യബോധമുള്ള കാര്യങ്ങളല്ലാതെ സംസാരിക്കുമായിരുന്നില്ല. നിബിതങ്ങൾ സ്വഹാബികളെ കണ്ടറിഞ്ഞ് സഹായിക്കുകയും അവരെ വെറുപ്പിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ ജനവിഭാഗത്തിലെയും ആദരണീയനായ വ്യക്തിയെ ബഹുമാനിക്കുകയും അവനെ അവർക്കുമേൽ വലിയവനാക്കുകയും ചെയ്യുമായിരുന്നു. ആളുകൾക്ക് നിബിതങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും അവരിൽ നിന്ന് ജാഗ്രത പുലർത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അത് അവരുടെ മുമ്പിൽ നിബിതങ്ങളുടെ പ്രസന്നതയിലും സൽസ്വഭാവത്തിലും യാതൊരു കുറവും വരുത്താതെയായിരുന്നു. അതായത് നിബിതങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടായാൽ ജാഗ്രത കാണിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതിലൂടെ അവരോടുള്ള തൻ്റെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന രീതിയിലായിരുന്നില്ല. മറിച്ച് നിബിതങ്ങൾ എല്ലാ വ്യക്തിയോടും സൽസ്വഭാവത്തോടെയാണ് പെരുമാറിയിരുന്നത്. അതെ, ജാഗ്രതയുടെ ആവശ്യം എവിടെയുണ്ടോ അവിടെ ജാഗ്രത പുലർത്തുകയും ചെയ്യുമായിരുന്നു. ആളുകളോട് ഇടപെടുന്നവരിൽ ചിലർ അങ്ങനെയുള്ള സംശയാലുക്കളായ ആളുകളും ഉണ്ടാകുമല്ലോ. നിബിതങ്ങൾ തൻ്റെ സ്വഹാബികളിൽ നോട്ടം വെക്കുകയും ആളുകളിൽ നിന്ന് ജനങ്ങളുടെ അവസ്ഥകൾ അന്വേഷിച്ചറിയുകയും ചെയ്യുമായിരുന്നു. നല്ല കാര്യത്തെ പ്രശംസിക്കുകയും അതിന് പ്രചോദനം നൽകുകയും ചീത്ത കാര്യത്തിൻ്റെ തിന്മയെക്കുറിച്ച് പ്രതിപാദിക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. നിബിതങ്ങൾ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുമായിരുന്നു. വൈരുദ്ധ്യങ്ങളിൽ നിന്ന് മുക്തനായിരുന്നു. ജനങ്ങൾ അശ്രദ്ധരാവുകയോ മടുത്തുപോവുകയോ ചെയ്തേക്കാം എന്നതിനാൽ നിബിതങ്ങൾ അശ്രദ്ധനാകുമായിരുന്നില്ല. നിബിതങ്ങൾ സാഹചര്യങ്ങൾക്കായി തയ്യാറെടുക്കുമായിരുന്നു. എല്ലാ സാഹചര്യങ്ങൾക്കായും തയ്യാറെടുക്കുമായിരുന്നു. നിബിതങ്ങൾ കടമയിൽ നിന്ന് പിന്നോട്ടടിക്കുമായിരുന്നില്ല. ആ കടമയേക്കാൾ മുന്നോട്ട് പോകുകയുമില്ലായിരുന്നു. കർത്തവ്യം എന്താണോ അത്രമാത്രമാണ് നിബിതങ്ങൾ ചെയ്തിരുന്നത്. തിരുമേനിയുടെ ദൃഷ്ടിയിൽ ആളുകളിൽ നിബിതങ്ങളുടെ ഏറ്റവും അടുത്തവർ അവരിൽ ഏറ്റവും ഉത്തമരായവരായിരുന്നു. നിബിതങ്ങളുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും കൂടുതൽ നന്മ കാംക്ഷിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നവനായിരുന്നു. നിബിതങ്ങളുടെ അടുക്കൽ പദവിയിൽ ഏറ്റവും വലിയവൻ സഹാനുഭൂതിയിലും സഹായത്തിലും മറ്റുള്ളവരെക്കാൾ ഏറ്റവും ഉത്തമനായവനായിരുന്നു. പദവിയിൽ ഏറ്റവും വലിയവൻ ആളുകളോട് സഹാനുഭൂതി കാണിക്കുന്നവനും അവരെ സഹായിക്കുന്നവനുമാണ്. ആരാണോ ഏറ്റവും കൂടുതൽ അങ്ങനെയായിരിക്കുന്നത് അവൻ നിബിതങ്ങളുടെ ഏറ്റവും അടുത്തവനായിരിക്കും. അവനെ നിബിതങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു. ഹസ്രത്ത് ഇമാം ഹുസൈൻ പ്രസ്താവിക്കുന്നു, പിന്നീട് ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രസ്താവിച്ചു, നിബിതങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സിക്ർ ഇലാഹി ചെയ്യുമായിരുന്നു. ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെ അടുക്കൽ ചെന്നാൽ മജ്ലിസ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്രകാരം തന്നെ നിർദ്ദേശിക്കുകയും ചെയ്യുമായിരുന്നു.
ഒപ്പമിരിക്കുന്ന എല്ലാ വ്യക്തിക്കും നിബിതങ്ങൾ അവൻ്റെ അവകാശം നൽകുമായിരുന്നു. മറ്റാരെങ്കിലും തന്നേക്കാൾ ആദരണീയനാണെന്ന് ഒരാളും വിചാരിക്കുമായിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്നവൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ തൻ്റെ എന്തെങ്കിലും ആവശ്യം പ്രതിപാദിച്ചാൽ അവൻ സ്വയം എഴുന്നേറ്റ് പോകുന്നതുവരെ നബിതങ്ങൾ എല്ലാവരോടുമൊപ്പം അവനോടൊപ്പം തന്നെ ഇരിക്കുമായിരുന്നു. നബിതങ്ങളോട് തൻ്റെ ആവശ്യം ചോദിക്കുന്നവന് അത് നൽകാതെയോ അല്ലെങ്കിൽ മൃദുലമായി സംസാരിക്കാതെയോ നബിതങ്ങൾ മടക്കി അയക്കുമായിരുന്നില്ല. ആവശ്യത്തിനായി വന്നാൽ എന്തെങ്കിലും നൽകുമായിരുന്നു, അല്ലെങ്കിൽ നൽകാൻ സാധിച്ചില്ലെങ്കിൽ വളരെ മൃദുലമായി മറുപടി നൽകുമായിരുന്നു. നബിതങ്ങളുടെ പ്രസന്നതയും ഔദാര്യവും സൽസ്വഭാവവും എല്ലാവർക്കുമായിട്ടുള്ളതായിരുന്നു. നബിതങ്ങളുടെ മജ്ലിസ് ജ്ഞാനത്തിൻ്റെയും ലജ്ജാഗുണത്തിൻ്റെയും സഹനത്തിൻ്റെയും അമാനത്തിൻ്റെയും മജ്ലിസായിരുന്നു. അതിൽ ശബ്ദമുയരുകയോ ആദരണീയമായ വസ്തുക്കൾ അനാദരിക്കപ്പെടുകയോ ആരുടെയും ബലഹീനതകൾ പ്രതിപാദിക്കപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. എല്ലാവരും പരസ്പരം സമന്മാരായിരുന്നു. തഖ്വയുടെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം ശ്രേഷ്ഠത പുലർത്തിയിരുന്നു. ഇപ്പോൾ പരസ്പരം ബലഹീനതകൾ പ്രതിപാദിക്കപ്പെടാറുണ്ടല്ലോ. നിബിതങ്ങളുടെ മജ്ലിസിൽ അപ്രകാരം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പരസ്പരം വിനയത്തോടെ പെരുമാറുകയും വലിയവനെ ബഹുമാനിക്കുകയും ചെറിയവനോട് കരുണ കാണിക്കുകയും ആവശ്യക്കാരന് മുൻഗണന നൽകുകയും അപരിചിതനെ പരിഗണിക്കുകയും ചെയ്യുമായിരുന്നു. ഏതെങ്കിലും അപരിചിതൻ വന്നാൽ അവനൊന്നും നൽകേണ്ടതില്ല എന്നല്ല, അവനെയും പരിഗണിക്കാറുണ്ടായിരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദൈവപ്രീതിയിൽ വിലയം പ്രാപിച്ചവർ തങ്ങൾക്ക് യാതൊരു പദവിയും നേതൃത്വവും നൽകപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഈ പദവികളേക്കാൾ ഏകാന്തതയിലിരിക്കുന്നതിനും തനിച്ചുള്ള ഇബാദത്തിൻ്റെ ആസ്വാദനം കണ്ടെത്തുന്നതിനുമാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അള്ളാഹു അവർക്ക് പ്രേരണ നൽകി സൃഷ്ടികളുടെ നന്മയ്ക്കായി വെളിപ്പെടുത്തുകയും നിയുക്തരാക്കുകയും ചെയ്യുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഗുഹയിൽ തന്നെയായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. തങ്ങളെക്കുറിച്ച് ആരെങ്കിലും അറിയണമെന്ന് നിബിതങ്ങൾ ആഗ്രഹിച്ചിരുന്നതുമില്ല. ഒടുവിൽ അള്ളാഹു നിബിതങ്ങളെ പുറത്തു കൊണ്ടുവരികയും ലോകത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നിബിതങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ആയിരക്കണക്കിന് കവികൾ വരികയും നിബിതങ്ങളുടെ പ്രശംസയിൽ കവിതകൾ ചൊല്ലുകയും ചെയ്യുമായിരുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രശംസകൾ കൊണ്ട് അഹങ്കരിച്ചിരുന്നു, അതായത് സന്തോഷിച്ചിരുന്നു എന്ന് വിചാരിക്കുന്ന ഹൃദയം ശപിക്കപ്പെട്ടതാണ്. നിബിതങ്ങൾ അവയെ ചത്ത പുഴുക്കളെപ്പോലെയാണ് വിചാരിച്ചിരുന്നത്. പ്രശംസിക്കുക എന്നത് അള്ളാഹു വാനലോകത്തു നിന്ന് ചെയ്യുന്നതാണ്. ഇക്കൂട്ടർ ദൈവാനുരാഗത്തിൽ മുഴുകിയവരാണ്. അവർക്ക് ദുനിയാവിൻ്റെ പ്രശംസയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അപ്പോൾ ഈ പദവി എങ്ങനെയുള്ളതാണ് എന്നാൽ അള്ളാഹു വാനലോകത്തു നിന്നും അർശിൽ നിന്നും അവരുടെ പ്രശംസയും സ്തുതിയും നടത്തുന്നു. തുടർന്ന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരു ക്രിസ്ത്യാനി വ്യക്തി നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നന്നായി സൽക്കരിക്കുകയും പരിചരിക്കുകയും ചെയ്തു. അവൻ വളരെ വിശന്നിരിക്കുകയായിരുന്നു. തിരുനബി അവന് നന്നായി ഭക്ഷണം നൽകിയതിനാൽ അവൻ്റെ വയറ് നിറഞ്ഞു. രാത്രിയിൽ തൻ്റെ കിടക്ക അവന് സമ്മാനിച്ചു. അവൻ ഉറങ്ങിയപ്പോൾ അവന് കഠിനമായ വയറിളക്കമുണ്ടാവുകയും അത് തടയാൻ സാധിക്കാതെ കിടക്കയിൽ തന്നെ കാര്യം സാധിക്കുകയും ചെയ്തു. പ്രഭാതമായപ്പോൾ തൻ്റെ ഈ അവസ്ഥ കണ്ട് അവർക്ക് അറപ്പ് തോന്നുമെന്ന് അവൻ ചിന്തിച്ചു. നാണക്കേട് കാരണം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആളുകൾ ഇത് കണ്ടപ്പോൾ ആ ക്രിസ്ത്യാനി കിടക്ക കേടാക്കിയിട്ടുണ്ടെന്ന് തിരുമേനിയോട് ബോധിപ്പിച്ചു. അതിൽ വയറിളകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. തിരുനബി പ്രതിവദിച്ചു, അതെനിക്ക് തരൂ, ഞാൻ വൃത്തിയാക്കാം. ആളുകൾ പറഞ്ഞു, അങ്ങ് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഇവിടെ ഹാജരുള്ള ഞങ്ങൾ അത് വൃത്തിയാക്കിക്കൊള്ളാമെന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ എൻ്റെ അതിഥിയായിരുന്നു, അതുകൊണ്ട് ഇത് എൻ്റെ തന്നെ ജോലിയാണ്. തുടർന്ന് എഴുന്നേറ്റ് വെള്ളം വരുത്തി സ്വയം തന്നെ അത് വൃത്തിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി. അങ്ങേയറ്റത്തെ വിനയത്തോടെ അതിഥിയുടെ ആ അഴുക്ക് വൃത്തിയാക്കി. ആ ക്രിസ്ത്യാനി 2 മൈൽ ദൂരം ചെന്നപ്പോൾ അവൻ ഓർമ്മ വന്നു, തൻ്റെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണക്കുരിശ് കട്ടിലിൽ മറന്നു വെച്ചിട്ടാണ് പോന്നത് എന്ന്. അതുകൊണ്ട് അവൻ തിരികെ വന്നപ്പോൾ കണ്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ മലം കിടക്കയിൽ നിന്ന് സ്വയം വൃത്തിയാക്കുന്നതാണ്. അവന് കടുത്ത ലജ്ജ തോന്നി. അവൻ പറഞ്ഞു, ഇതെൻ്റെ കയ്യിലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് കഴുകുമായിരുന്നില്ല. അതിലവൻ ചിന്തിച്ചു, എത്രമാത്രം നിസ്വനും എത്രമാത്രം വിനയവുമുള്ള വ്യക്തി
ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നുള്ളവനാണ്. പിന്നീട് നിബിതങ്ങളുടെ ഈ പ്രവൃത്തി കണ്ട് അവൻ മുസ്ലിമായി തീർന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായ ഒന്നാമത്തെ വഹീൻ്റെ സമയത്തും നിബിതങ്ങളുടെ വിനയത്തിൻ്റെയും താഴ്മയുടെയും പ്രകടനം തന്നെയാണ് കാണാനാകുന്നത്. ഹസ്രത്ത് മുസ്ലിം മൗദ് ഹിറാ ഗുഹയിലെ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏറ്റവും ആദ്യത്തെ വഹ്യ് ഹിറാ ഗുഹയിലാണ് ഇറങ്ങിയത്. ജിബ്രീൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദൃശ്യനാവുകയും ഇഖ്റ, അതായത് വായിക്കുക എന്ന് പറയുകയും ചെയ്തപ്പോൾ ഇതിന് മറുപടിയായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, മാ അന ബിഖാരിൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, ഈ ഭാരം എൻ്റെ മേൽ ഇടരുതേ എന്നതായിരുന്നു ഇതിൻ്റെ താല്പര്യം. കാരണം ആ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിബിതങ്ങൾ വായിക്കേണ്ടതായ യാതൊരു കിതാബും വെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ജിബ്രീൽ എന്താണോ പറഞ്ഞു തരുന്നത് അത് നിബിതങ്ങൾ വാക്കാൽ ആവർത്തിക്കേണ്ടതായിരുന്നു. അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാൻ സാധിക്കുമായിരുന്നുവെങ്കിലും നിബിതങ്ങൾ വിനയം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ അള്ളാഹു ഈ കാര്യത്തിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് തിരഞ്ഞെടുത്തത് എന്നതിനാൽ വീണ്ടും വായിക്കുക എന്ന് പറഞ്ഞു. ഒടുവിൽ മൂന്നാമത്തെ തവണ പറഞ്ഞപ്പോൾ നിബിതങ്ങൾ വായിച്ചു. പിന്നീട് ആ മലക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വചനം ഓതിക്കേൾപ്പിച്ചു. ഇതേപോലെ ഈ സംഭവത്തെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് ഹസ്രത്ത് മുസ്ലിം മൗദ് തഫ്സീറെ കബീർ സൂറത്ത് കൗസറിൻ്റെ തഫ്സീറിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. നിബിതങ്ങളുടെ മേൽ വഹി ഇറങ്ങിയപ്പോൾ അദ്ദേഹം അസാധാരണമായ വിനയത്തിൻ്റെ തെളിവ് നൽകി. മറ്റുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഇൽഹാം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വപ്നം കാണുകയോ ചെയ്താൽ അവർ അനിയന്ത്രിതരായി മറ്റുള്ളവരേക്ക് ഓടിച്ചെല്ലുകയും തങ്ങൾക്ക് ഈ ഇൽഹാം ഉണ്ടായിട്ടുണ്ടെന്നും ഈ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നും അവരോട് പറയുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ വരികയും ഇഖ്റ വായിക്കുക എന്ന് പറയുകയും ചെയ്യുമ്പോൾ നിബിതങ്ങൾ പ്രസ്താവിക്കുന്നു, മാനബികാരീൻ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എന്ന്. 3 തവണ നിബിതങ്ങൾ ഇതുതന്നെയാണ് പ്രസ്താവിച്ചത്. എന്നാൽ അള്ളാഹുവിൻ്റെ പക്ഷത്തു നിന്ന് ഈ കാര്യത്തിന്മേൽ നിർബന്ധമുണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ നിബിതങ്ങൾ കൽപ്പന അനുസരിക്കുകയും ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ പോലെ എൻ്റെ നാഥ, എനിക്ക് മറ്റൊരു കൂട്ടാളിയെ കൂടി നൽകണമേ എന്ന് പറയാതെ വലിയ ധീരതയോടെ നിബിതങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആ ഭാരം ഏറ്റെടുക്കുകയും സഹായത്തിനായി ഒരു കൂട്ടാളിയെയും ചോദിക്കാതിരിക്കുകയും ചെയ്തു. ഹസ്രത്ത് മുസ്ലിം മൗദ് വീണ്ടും പ്രസ്താവിക്കുന്നു, നിബിതങ്ങളുടെ വിനയത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ഇതാണ്. ഒരു ദിവസം ഒരു അൻസാരി രോഗബാധിതനായി. നിബിതങ്ങൾ അദ്ദേഹത്തിൻ്റെ രോഗവിവരം അന്വേഷിക്കുന്നതിനായി എഴുന്നള്ളി. മടങ്ങുന്ന സമയത്ത് ആ അൻസാരി നിബിതങ്ങൾക്ക് സവാരിക്കായി ഒരു കുതിര നൽകുകയും തൻ്റെ മകനോട് നീ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോവുക എന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ നിബിതങ്ങൾക്ക് മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുന്നതിൽ പ്രയാസമുണ്ടായേക്കാം എന്ന് കരുതിയിരിക്കാം. അതായത് യാത്രയിൽ കൂടെ പോകാൻ വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ സഹായിക്കാനും തിരികെ വരുമ്പോൾ കുതിരയെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ തിരികെ വന്നു. പിതാവ് മകനോട് അന്വേഷിച്ചു, വഴിയിൽ സംരക്ഷണമേകാനും കുതിര ഭയപ്പെടാതിരിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അയച്ചത്. എന്നിട്ട് നീ തിരികെ വന്നിരിക്കുന്നുവല്ലോ. മകൻ മറുപടി നൽകി, ഞാൻ നിരപരാധിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് എഴുന്നള്ളിയപ്പോൾ നിബിതങ്ങൾ എന്നോട് പ്രസ്താവിച്ചു, നീയും എൻ്റെ പുറകിലായി ഇരിക്കുക എന്ന്. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, എന്നിൽ നിന്ന് ഇത്രമാത്രം മര്യാദകേട് ഒരിക്കലും ഉണ്ടാകില്ല. നിബിതങ്ങൾ പ്രസ്താവിച്ചു, എങ്കിൽ നീ കാൽനടയായി നടക്കുകയും ഞാൻ കുതിരപ്പുറത്ത് സവാരി ചെയ്യുകയും ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ നീയും എന്നോടൊപ്പം കുതിരപ്പുറത്ത് സവാരി ചെയ്യുക, അല്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് പോവുക എന്ന്. അതുപ്രകാരം ആ മകൻ പറഞ്ഞു, ഞാൻ തിരികെ പോരുന്നതാണ് ഭേദമെന്ന് കരുതി തിരികെ പോന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് എഴുന്നള്ളുകയും ചെയ്തു. ഒരു റിവായത്തുണ്ട്, ഹസരത്ത് അബ്ദുല്ല റിപ്പോർട്ട് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പായയിൽ ശയിച്ചു. നിബിതങ്ങൾ എഴുന്നേറ്റപ്പോൾ നിബിതങ്ങളുടെ പാർശ്വഭാഗത്ത് അതിൻ്റെ അടയാളം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, യാ റസൂലുള്ളാ, അങ്ങേക്കായി ഞങ്ങൾ ഒരു വിരിപ്പ് തയ്യാറാക്കിയാൽ നന്നായിരുന്നു. നിബിതങ്ങൾ പ്രസ്താവിച്ചു, എനിക്ക് ദുനിയാവുമായി എന്തു ബന്ധം? അതായത് അങ്ങേക്കായി ഞങ്ങൾ ഒരു മൃദുവായ വിരിപ്പ് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ നിബിതങ്ങൾ പ്രസ്താവിച്ചു, എനിക്ക് ദുനിയാവുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ ലോകത്ത് ഞാൻ ഒരു മരത്തണലിൽ വിശ്രമിക്കുകയും പിന്നീട് യാത്ര തിരിച്ച്
അതിന് വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ്. സ്വഹീഹ് ബുഖാരിയിൽ ഹസരത്ത് ഉമറിൻ്റെ ഒരു റിവായത്തുണ്ട്. അദ്ദേഹം പ്രസ്താവിക്കുന്നു, ഞാനൊരു തവണ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. നിബിതങ്ങൾ തൻ്റെ മുകളിലത്തെ മുറിയിലുണ്ടായിരുന്നു. ആ സമയത്ത് നിബിതങ്ങൾ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. നിബിതങ്ങൾക്കും ആ പായക്കും ഇടയിൽ യാതൊരു വസ്തുവും ഉണ്ടായിരുന്നില്ല. നിബിതങ്ങളുടെ തലക്കടിയിൽ ഈന്തപ്പനയുടെ നാരുകൾ നിറച്ച തോലിൻ്റെ ഒരു തലയണ ഉണ്ടായിരുന്നു. നിബിതങ്ങളുടെ കാലുകളുടെ അരികിൽ കാരമുള്ളിൻ്റെ ഇലകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നിബിതങ്ങളുടെ തലയ്ക്ക് സമീപം പച്ചത്തോലുകൾ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. നിബിതങ്ങളുടെ പാർശ്വഭാഗത്ത് ആ പായയുടെ അടയാളം പതിഞ്ഞതായും ഞാൻ കണ്ടു. വിരിച്ചിരുന്ന ആ മാറ്റിൻ്റെയോ പായയുടെയോ അടയാളമായിരുന്നു അത്. ഇത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി എന്ന് അദ്ദേഹം പറയുന്നു. നിബിതങ്ങൾ ചോദിച്ചു, താങ്കൾ എന്തിനാണ് കരയുന്നത്? ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാ, കിസ്രായും കൈസറും വലിയ ആഡംബരങ്ങളിലാണ് കഴിയുന്നത്. അങ്ങാകട്ടെ അള്ളാഹുവിൻ്റെ റസൂലുമാണ്. നിബിതങ്ങൾ പ്രസ്താവിച്ചു, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും ലഭിക്കുന്നതിൽ താങ്കൾ സംതൃപ്തനല്ലേ? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സംഭവത്തെ തന്നെ പ്രതിപാദിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതികാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നുവെന്നാൽ, ഒരു തവണ ഹസ്രത്ത് ഉമർ നബിതങ്ങളെ കാണാൻ ചെന്നു. ഒരു കുട്ടിയെ അയച്ച് അനുവാദം ചോദിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പനയുടെ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. ഹസ്രത്ത് ഉമർ അകത്തേക്ക് വന്നപ്പോൾ നബിതങ്ങൾ എഴുന്നേറ്റിരുന്നു. ഹസ്രത്ത് ഉമർ കണ്ടത് ആ വീട് മുഴുവൻ ശൂന്യമായി കിടക്കുന്നതാണ്. അലങ്കാരത്തിനുള്ള യാതൊരു സാമഗ്രികളും അതിലില്ലായിരുന്നു. ഒരു ആണിയിൽ വാൾ തൂങ്ങിക്കിടപ്പുണ്ട്. അല്ലെങ്കിൽ നബിതങ്ങൾ കിടന്നിരുന്നൊരു പായയുണ്ട്. അതിൻ്റെ അടയാളങ്ങൾ ഇപ്രകാരം തന്നെ നബിതങ്ങളെ പുറത്ത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്രത്ത് ഇത് കണ്ട് കരഞ്ഞുപോയി. നബിതങ്ങൾ ചോദിച്ചു, ഹേ ഉമർ, താങ്കളെ എന്താണ് കരയിപ്പിച്ചത്? ഉമർ ബോധിപ്പിച്ചു, ഇസ്രാക്കും കൈസറിനും സുഖഭോഗങ്ങളുടെ സാമഗ്രികളുമുണ്ട്. അങ്ങാകട്ടെ അള്ളാഹുവിൻ്റെ റസൂലും ഇരുലോകങ്ങളുടെയും രാജാവായിട്ടും ഈ അവസ്ഥയിൽ കഴിയുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഉമർ, എനിക്ക് ദുനിയാവ് കൊണ്ട് എന്ത് കാര്യം? ഞാൻ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് കഴിഞ്ഞുകൂടുന്നത്. മണലാരണ്യത്തിലൂടെയുള്ള യാത്രയായിരിക്കുകയും കഠിനമായ ചൂട് കാരണം ഏതെങ്കിലും ഒരു മരം കണ്ട് അതിൻ്റെ തണലിൽ അല്പം വിശ്രമിക്കുകയും വിയർപ്പ് അല്പം ഉണങ്ങിയ ഉടനെ തന്നെ അവൻ വീണ്ടും നടന്നു പോവുകയും ചെയ്യുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ. ദുശ്ശീലക്കാരനായ ആളുകളോടും നിബിതങ്ങൾ എപ്പോഴും മൃദുത്വത്തിൻ്റെയും വിനയത്തിൻ്റെയും ഉന്നതമായ ധാർമ്മികതയുടെ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അത് അബൂ ഹുറൈറയിൽ നിന്നുള്ള റിവായത്തുണ്ട്. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് തനിക്ക് കിട്ടാനുള്ള കടം ആവശ്യപ്പെടുകയും കഠിനമായ ശൈലി സ്വീകരിക്കുകയും ചെയ്തു. സ്വഹാബികൾ അതിന്മേൽ ദേഷ്യപ്പെട്ടുവെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിട്ടേക്കൂ. എന്തെന്നാൽ തനിക്ക് കിട്ടാനുള്ളത് ചോദിക്കാൻ അവന് അവകാശമുണ്ട്. കാരണം അവൻ്റെ ഹക്ക് നൽകുക എന്നത് ഏതായാലും എൻ്റെ ബാധ്യതയാണ്. അവന് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അവന് ഒരു ഒട്ടകത്തെ വാങ്ങി നൽകുക. കടം ചോദിച്ചു വന്നവന് ഒരു ഒട്ടകത്തെ വാങ്ങി നൽകുക എന്ന്. സ്വഹാബികൾ പറഞ്ഞു, അതിന് തുല്യമായ ഒട്ടകത്തെ ഞങ്ങൾക്ക് ലഭിക്കില്ല. കടമുള്ളതിനേക്കാൾ വിലപിടിപ്പുള്ള ഒട്ടകങ്ങളാണ് ലഭിക്കുന്നത്. അതിനേക്കാൾ ഉത്തമമായത് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിബിതങ്ങൾ പറഞ്ഞു, അത് തന്നെ അവന് വാങ്ങി നൽകുക. കാരണം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്തമൻ കടം വീട്ടുന്നതിൽ ഏറ്റവും മികച്ചവനാണ്. ഇപ്പോൾ ഇവിടെ ചില തർക്കങ്ങൾ ഉണ്ടാകാറുള്ളത്, യഥാർത്ഥ കടം എന്താണോ കൊടുക്കാനുള്ളത് അതുപോലും കൊടുക്കാതിരിക്കുകയും അതിലും കുറവ് വരുത്താൻ വേണ്ടി തല്ലുകൂടുകയും തർക്കിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് തർക്കങ്ങൾ അവസാനിക്കുന്നതാണ്. ഇതുപോലെ നിബിതങ്ങളുടെ വിനയത്തിൻ്റെ ഒരു സംഭവം ഇപ്രകാരം വന്നിട്ടുണ്ട്. മക്കാ വിജയത്തിൻ്റെ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചപ്പോൾ ഹസ്രത്ത് അബൂബക്കർ തൻ്റെ പിതാവിനെ കൂട്ടിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ ആരാഞ്ഞു, അല്ലയോ അബൂബക്കർ, നീ ഈ പ്രായം ചെന്ന വൃദ്ധനായ മനുഷ്യനെ വീട്ടിൽ തന്നെ ഇരുത്താമായിരുന്നില്ലേ? ഞാൻ സ്വയം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുമായിരുന്നു. അതിൽ ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എഴുന്നള്ളുന്നതിനേക്കാൾ അങ്ങയുടെ സന്നിധിയിൽ ഹാജരാകാനാണ് അദ്ദേഹം കൂടുതൽ അർഹൻ. ഹസ്രത്ത് അബൂബക്കർ അദ്ദേഹത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരുത്തിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കൈ തടവിക്കൊണ്ട് തങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക, സമാധാനത്തിലാകും എന്ന് പറഞ്ഞു.
അപ്രകാരം അബു ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ വീട്ടിൽ സാധാരണ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചുള്ള ഹസ്രത്ത് ഹസനിൽ നിന്നുള്ള റിവായത്ത് ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടതായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി ആരും പാറാവ് നിന്നിരുന്നില്ല. നബി തിരുമേനിക്കായി രാവും പകലും വലിയ വലിയ പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ വിളമ്പിയിരുന്നില്ല. അതായത് ഉന്നത നിലവാരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും വിളമ്പിയിരുന്നില്ല. നബി തിരുമേനിയുമായി ആര് കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിച്ചാലും അവർക്ക് എളുപ്പത്തിൽ നബി തിരുമേനിയെ കാണാൻ സാധിക്കുമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തിരിക്കുമായിരുന്നു. തൻ്റെ ഭക്ഷണവും നിലത്തു വെക്കുമായിരുന്നു. ലളിതവും കട്ടിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. കഴുതപ്പുറത്ത് സവാരി ചെയ്യുകയും ആളുകളെ തൻ്റെ സവാരിക്ക് പുറകിൽ ഇരുത്തുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണത്തിന് ശേഷം തൻ്റെ വിരലുകൾ നക്കി വൃത്തിയാക്കുമായിരുന്നു. ഈ വിരലുകൾ നക്കുന്നതിനെക്കുറിച്ചും ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ഉണർത്തി, ഭക്ഷണത്തിന് ശേഷം കൈ വൃത്തിയാക്കുന്നതിന് മുമ്പ്, അതായത് കഴുകുന്നതിന് മുമ്പ് സ്വന്തം വിരലുകൾ നക്കേണ്ടതാണ്. അപ്രകാരം വിരലുകൾ നക്കുന്നതിനെക്കുറിച്ച് ബുഖാരിയുടെ ഷറഹിൽ ഹസ്രത്ത് സൈനുൽ ആബിദീൻ വലിയുള്ള ഷാ സാഹിബ് എഴുതിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പാണ്. ഹസ്രത്ത് സയ്യിദ് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പ്രസ്താവിക്കുന്നു, ഈ കാര്യം എല്ലാ ഹക്കീമുമാരുടെയും അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. എല്ലാ ഡോക്ടർമാരും ഇതിൽ ഏകോപിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ കൈവിരലുകളിൽ ഒരു പ്രത്യേക സ്പർശനത്തിൻ്റെ ശക്തിയുണ്ട്. ഉദാഹരണത്തിന്, നാം എന്തെങ്കിലും ഒരു വസ്ത്രത്തിൻ്റെ മൃദുത്വം നോക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കൈവിരലുകൾ കൊണ്ടല്ലാതെ അതിൻ്റെ മൃദുത്വം അളക്കാൻ സാധിക്കുകയില്ല. തന്നെയുമല്ല, മുഴുവൻ ശരീരത്തിലും മസ്സിൻ്റെ അല്ലെങ്കിൽ സ്പർശനത്തിൻ്റെ ശക്തി കാണപ്പെടുന്നുണ്ടെങ്കിലും കൈകൊണ്ടല്ലാതെ കാലുകൊണ്ട് മൃദുത്വം അളക്കാൻ നോക്കിയാൽ നമുക്ക് പൂർണ്ണമായി വിജയിക്കാൻ സാധിക്കുകയില്ല. അതെ, ഒരു പ്രത്യേക വൈദ്യുത സ്വാധീനമുണ്ട്. അത് കൈകളിൽ മാത്രമല്ല, വിരലുകളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ കൈകളിൽ മാത്രമല്ല, വിരലുകളിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. കൈവിരലുകളുമായി ശ്രദ്ധയുടെ ഉപകരണമായ കണ്ണിന് പ്രത്യേക ബന്ധമുണ്ട്. അതുകൊണ്ട് ഹിപ്നോട്ടിസം ചെയ്യുന്നവർ ഹിപ്നോട്ടിസം ചെയ്യപ്പെടുന്നവൻ്റെ വിരലുകളിലേക്ക് കണ്ണ് കൂടുതൽ പതിപ്പിക്കാറുണ്ട്. ഇപ്രകാരം ഹിപ്നോട്ടിസം ചെയ്യുന്നവനുമേൽ വിരലുകൾ മുഖേന സ്വന്തം കണ്ണിൻ്റെ സ്വാധീനങ്ങൾ ചെലുത്താറുണ്ട്. മെസ്മരിസം ചെയ്യുന്നവർ അവരുടെ കൈകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുമുണ്ട്. വേണ്ടത്ര രീതിയിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ സാധിക്കുകയും തങ്ങളുടെ ലക്ഷ്യത്തിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ കൈകൊണ്ട് നിർമ്മിക്കുന്ന ഔഷധങ്ങൾ കൂടുതൽ ഫലം നൽകുന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ വസ്തുക്കളും മെഷീനുകൾ കൊണ്ടാണ് തയ്യാറാക്കപ്പെടുന്നതെങ്കിലും പണ്ടൊക്കെ ഡോക്ടർമാരും വൈദ്യന്മാരും ഇതുതന്നെയാണ് പറയാറുണ്ടായിരുന്നത്. ഡോക്ടർ ഇസ്മായിൽ സാഹിബ് വലിയ വിദ്യാസമ്പന്നനായ സർജനും ഡോക്ടറുമായിരുന്നു. ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മെഷീൻ മുഖേന തയ്യാറാക്കപ്പെടുന്ന മരുന്നുകളേക്കാൾ ഇത് ഫലം നൽകുന്നു എന്ന്. അതുകൊണ്ട് ഈ തത്വത്തിന് വിധേയമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മനുഷ്യൻ വിരലുകൾ കൊണ്ട് ഉരുളെടുക്കുമ്പോൾ അവൻ്റെ കണ്ണ് ഓരോ തവണ ഉരുളെടുക്കുമ്പോഴും വിരൽ തുമ്പുകളിൽ പതിക്കും. അപ്പോൾ മനുഷ്യൻ ഭക്ഷണത്തിന് ശേഷം വെള്ളം കൊണ്ട് കഴുകുന്നതിനോ അല്ലെങ്കിൽ ശേഷം തുണിയിൽ തുടയ്ക്കുന്നതിനോ മുമ്പായി വിരലുകൾ നക്കുമ്പോൾ വിരലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കൊഴുപ്പ് മുഖേന അത് മനുഷ്യൻ്റെ ആമാശയത്തിൽ എത്തിച്ചേരുമെന്നത് വ്യക്തമാണ്. അത് ആമാശയത്തിൻ്റെ പ്രവർത്തനത്തിന് അതായത് ദഹനത്തിന് കരുത്തു പകരും. ഇപ്രകാരം ഭക്ഷണം വേഗത്തിൽ ദഹിക്കുകയും ചെയ്യും. ഇത് ആ സമയത്തെ ഡോക്ടർമാരുടെയും ഹക്കീമുമാരുടെയും അഭിപ്രായമായിരുന്നു. ഇന്നൊരു പക്ഷേ ഡോക്ടർമാർ ഇതിനെതിരായിരിക്കാം. എങ്കിലും ഏതായാലും ഭക്ഷണത്തിന് ശേഷം കയ്യിൽ പുരണ്ടിരിക്കുന്നതിനെ നക്കുന്നതിൽ ഫലമേ ഉള്ളൂ എന്ന് നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയുടെ ഒരു റിവായത്തുണ്ട്, ഫലാ യംസഹ യദഹു ഹത്താ യൽ അഖഹ ഔ യുൽ ഇഖഹ. തൻ്റെ കൈകൾ തുടയ്ക്കരുത്, അവ നക്കുന്നത് വരെയോ അല്ലെങ്കിൽ അവ മറ്റൊരാളെ കൊണ്ട് നക്കിക്കുന്നത് വരെയോ എന്ന് നിബിധങ്ങൾ പ്രസ്താവിച്ചു. ഹദീസ് വ്യാഖ്യാതാക്കൾ മറ്റൊരാളെ കൊണ്ട് നക്കിക്കുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ തൻ്റെ ഖാദിമിനെ കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ മകനെ കൊണ്ടോ അല്ലെങ്കിൽ വിരലുകൾ നക്കുന്നതിൽ അറപ്പ് തോന്നാത്ത ഒരു വ്യക്തിയെ കൊണ്ടോ നക്കിക്കുക എന്നതാണ്. ശരിക്കും ഭക്ഷണം കഴിച്ച വ്യക്തിക്ക് അതിൻ്റെ എന്ത് ആവശ്യമാണുള്ളത്? അവന് സ്വയം തന്നെ നക്കാമല്ലോ. അപ്പോൾ ഷറഹ് എഴുതുന്നവർ ചിലപ്പോഴൊക്കെ എവിടെയൊക്കെയോ എത്തിച്ചേരാറുണ്ട്. എന്തായാലും ഈ കാര്യം അനുചിതവും മാനവികമായ അന്തസ്സിന് വിരുദ്ധവുമായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റൊരാളോട് തൻ്റെ വിരലുകൾ നക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം ഏതായാലും ഇപ്രകാരമാകാം: മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം തൻ്റെ വിരലുകൾ സ്വയം നക്കി വൃത്തിയാക്കുകയും തൻ്റെ കീഴിൽ കഴിയുന്നവരോടും തൻ്റെ ശിക്ഷണത്തിലുള്ളവരോടും
അവരവരുടെ വിരലുകൾ നക്കി വൃത്തിയാക്കാൻ പറയുകയും ചെയ്യുക. അതിലൂടെ അവർക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മെഡിക്കൽ ഫലങ്ങളും മറ്റു ലക്ഷ്യങ്ങളും കൈവരിക്കുന്നവരായിത്തീരാം. മസ്ജിദ് വൃത്തിയാക്കലും തൂത്തു തുടയ്ക്കലും ഇതര ജോലികളും ചെയ്യുന്നതിൽ നബിതങ്ങൾ ഒരിക്കലും മാനഹാനി വിചാരിച്ചിരുന്നില്ല. അപ്രകാരം ഹസ്രത്ത് യക്കൂബ് ബിൻ സയ്യിദിൽ നിന്നുള്ള റിവായത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ വരുന്ന പൊടിപടലങ്ങളെ ഒരു വടി കൊണ്ട് നീക്കുമായിരുന്നു. അതായത് വടിയുടെ അറ്റത്ത് ഏതെങ്കിലും വസ്ത്രമോ മറ്റോ വെച്ച് അത് തൂത്തു തുടയ്ക്കുമായിരുന്നു എന്നാണ് വിവക്ഷ. ഹസ്രത്ത് അബൂ ഹുറൈറ പറയുന്നു, ജിബ്രീൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. നബിതങ്ങൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു മലക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. ജിബ്രീൽ പറഞ്ഞു, ഈ മലക്ക് തൻ്റെ സൃഷ്ടിപ്പിൻ്റെ ദിവസം മുതൽ ഈ നിമിഷം വരെ ഒരിക്കലും ഇറങ്ങിയിട്ടില്ലാത്തവനാണ്. ആ മലക്ക് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലയോ മുഹമ്മദ്, അങ്ങയുടെ റബ്ബ് എന്നെ അങ്ങയുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നു, അങ്ങയെ ഒരു രാജാവായ നബിയാക്കണോ അതോ ദാസനായ റസൂലാക്കണോ എന്ന്. ജിബ്രീൽ പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ റബ്ബിനായി വിനയം സ്വീകരിക്കുക. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, എന്നെ ദാസനായ റസൂലാക്കി നിയോഗിച്ചാലും. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതം തന്നെയായിരുന്നു. ജിബ്രീൽ പറഞ്ഞിട്ടില്ലെങ്കിലും നബിതങ്ങൾ അത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടാവുക. ഈ കാര്യമാണ് നബിതങ്ങൾ എപ്പോഴും ഉത്ബോധിപ്പിച്ചതും തൻ്റെ അനുയായികളോട് ഞാൻ ഒരു ബഷറായ മനുഷ്യനായ റസൂൽ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതും. ഏതായാലും ഈ റിവായത്തിൻ്റെ താല്പര്യം ഇതാണ്. ആ അവസരമുണ്ടായപ്പോൾ വിനയത്തോടെ നബിതങ്ങൾ പ്രസ്താവിച്ചത്, എനിക്ക് രാജാവായ റസൂലാകേണ്ടതില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനായ ഒരു വിനയമുള്ള മനുഷ്യനും അവൻ്റെ റസൂലുമാകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. ഇതുതന്നെയാണ് നമ്മുടെ കലിമയിലും വന്നിട്ടുള്ളത്. ഒരു യഥാർത്ഥ മുസ്ലിം അപ്രകാരം വിനയമുള്ളവനായിരിക്കണം. ഒരു റിവായത്തിൽ ഹസ്രത്ത് ഇയാദ് ബിൻ ഹിമാർ പ്രസ്താവിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എനിക്ക് മേൽ വഹി ഇറക്കിയിരിക്കുന്നു, നിങ്ങൾ വിനയം സ്വീകരിക്കുക, യാതൊരുവനും മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിക്കാതിരിക്കുകയും ഒരിക്കലും ആരും മറ്റൊരാളോട് പെരുമ നടിക്കാതിരിക്കുകയും ചെയ്യട്ടെ. നിബിതങ്ങളുടെ സത്യദാസനായ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, വിനയം സ്വീകരിക്കേണ്ടതാണ്. വിനയം പഠിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. അത് പഠിക്കാൻ എന്താണുള്ളത്? മനുഷ്യൻ സ്വയം തന്നെ വിനയമുള്ളവനാണ്. വിനയത്തിനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അതായത് ഞാൻ ജിന്നിനെയും ഇൻസിനെയും അവർ എന്നെ ഇബാദത്ത് ചെയ്യുന്നതിനായിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് വന്നിട്ടുള്ളത്. അഹങ്കാരം, തൻപ്രമാണിത്വം തുടങ്ങിയവയെല്ലാം കൃത്രിമമായ കാര്യങ്ങളാണ്. അവൻ ഈ കൃത്രിമത്വത്തിൻ്റെ വസ്ത്രം അഴിച്ചു വെക്കുകയാണെങ്കിൽ പിന്നീട് അവൻ്റെ പ്രകൃതത്തിൽ വിനയം മാത്രമേ കാണപ്പെടുകയുള്ളൂ. നമ്മെ ഉപദേശിച്ചുകൊണ്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിൻ്റെ നിലവാരത്തെ പ്രതിപാദിച്ചുകൊണ്ടും ഒരു സ്ഥലത്ത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, അള്ളാഹു വളരെ കാരുണ്യവാനാകുന്നു. അവൻ എല്ലാ രീതിയിലും മനുഷ്യനെ വളർത്തുകയും അവനോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നു. ഈ കാരുണ്യം കാരണം തന്നെയാണ് അവൻ തൻ്റെ നിയോഗിതരെയും പ്രവാചകരെയും നിയോഗിക്കുന്നത്, അവർ ദുനിയാവിലുള്ളവരെ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. എന്നാൽ അഹങ്കാരം എന്നത് വളരെ അപകടകരമായ രോഗമാണ്. ഏതൊരു മനുഷ്യനിൽ അതുണ്ടാകുന്നുവോ അവനത് ആത്മീയമായ മരണമാണ്. ഈ രോഗം കൊലപാതകത്തേക്കാൾ വലിയതാണ് എന്ന് ഞാൻ ഉറപ്പായും പറയുന്നു. അഹങ്കാരി ശൈത്താൻ്റെ സഹോദരനായിത്തീരുന്നു. എന്തെന്നാൽ അഹങ്കാരം തന്നെയാണ് ശൈത്താനെ നിന്ദ്യനും ഹീനനുമാക്കിയത്. അതുകൊണ്ട് മുഅ്മിൻ്റെ നിബന്ധന ഇതാണ്, അവനിൽ അഹങ്കാരം ഉണ്ടാകരുത്. മറിച്ച് എളിമ, വിനയം, താഴ്മ എന്നിവ അവനിൽ കാണപ്പെടണം. ഇത് ദൈവനിയോഗിതരുടെ പ്രത്യേകതയാണ്. അവരിൽ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ഉണ്ടാകും. എല്ലാവരെക്കാളും മുന്നിലായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈ ഗുണമുണ്ടായിരുന്നു. നിബിതങ്ങളുടെ ഒരു ഖാദിമിനോട് ചോദിക്കപ്പെട്ടു, നിന്നോട് നിബിതങ്ങളുടെ സമീപനം എങ്ങനെയുള്ളതാണ്? അദ്ദേഹം പറഞ്ഞു, സത്യാവസ്ഥ എന്തെന്നാൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിബിതങ്ങളാണ് എന്നെ സേവിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ ബാരിക് വസല്ലിം. ഇതാണ് സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഉന്നതമായ ധാർമ്മികതയുടെയും താഴ്മയുടെയും മാതൃക. കൂടുതൽ പ്രിയപ്പെട്ടവരിൽ സേവകരാണ് ഉണ്ടാകാറുള്ളത് എന്നതും സത്യമാണ്. അവരെപ്പോഴും ചുറ്റിലും ഹാജരുണ്ടാകും. അതുകൊണ്ട് ആരുടെയെങ്കിലും എളിമയുടെയും താഴ്മയുടെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാതൃക കാണണമെങ്കിൽ അവരിൽ നിന്ന് അറിയാൻ സാധിക്കും. ചില പുരുഷന്മാരോ സ്ത്രീകളോ സേവകരിൽ നിന്ന് ചെറിയ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ, ഉദാഹരണത്തിന് ചായയിൽ എന്തെങ്കിലും കുറ്റമുണ്ടായാൽ പെട്ടെന്ന് ചീത്ത പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ ചാട്ടവാറെടുത്ത് അടിക്കാൻ തുടങ്ങും.
അല്പം കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ പാവം സേവകന് മുസീബത്തായി. മറ്റ് ദരിദ്രരുമായുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് അവർ പട്ടിണിയിലായിരിക്കുകയും ഉണക്കറൊട്ടി കഴിച്ച് കഴിഞ്ഞുകൂട്ടുകയും ചെയ്യുമ്പോഴാണ്. എന്നാൽ ഇതറിഞ്ഞിട്ടും കൂടി ഇവർ അവരെ പരിഗണിക്കാറില്ല. അവർ അവരെ പരീക്ഷണത്തിലാക്കുന്നു. ഒരുവൻ യാചകന്റെ രൂപത്തിൽ വരുമ്പോൾ, ഒരുവൻ ദരിദ്രൻ ചോദിക്കുന്നതിനായി ഒരു സമൃദ്ധിയുള്ളവൻ്റെ അടുക്കൽ വരുമ്പോൾ അവന് പരീക്ഷണം വരുത്തുകയാണ്. യഥാർത്ഥ നന്മ ആ സമയത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. അള്ളാഹു ഓരോ അണുവിൻ്റെയും സൃഷ്ടാവാണ്. ആർക്കും അവനോട് മത്സരിക്കാൻ സാധിക്കുകയില്ല. ഒരുവൻ എത്രമാത്രം ദൈവഭയം ഇല്ലാത്തവനായിട്ടാണ് അല്ലെങ്കിൽ ദൈവഭയത്തോടെയാണ് പെരുമാറുന്നത് എന്ന് ദരിദ്രരോട് ഇടപെടുന്നതിലൂടെയാണ് മനസ്സിലാകുന്നത്. ദൈവഭയം എത്രത്തോളമുണ്ട് എന്നത് ദരിദ്രരോടുള്ള ഇടപെടലിലൂടെയാണ് മനസ്സിലാവുക. സമൃദ്ധിയുള്ളവനോട് നല്ല രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് മനസ്സിലാവുകയില്ല. അള്ളാഹു നമുക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലും അങ്ങയുടെ സുന്നത്തനുസരിച്ചും പ്രവർത്തിച്ചുകൊണ്ട് വിനയത്തിൻ്റെ വഴികൾ സ്വീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരശേഷം ഞാനൊരു ജനാസ ഗായിബ് കൂടി നമസ്കരിപ്പിക്കുന്നതാണ്. അത് വിഹാരി നിവാസിയും നിലവിൽ കറാച്ചിക്കാരനുമായ മലിക് ദാവൂദ് മഹ്മൂദ് സാഹിബ് ഇബ്നു മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിൻ്റേതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വഫാത്താവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ മുഹമ്മദ് ദീൻ സാഹിബ് സിയാൽകോട്ട് ജില്ലയിലെ ബഡ്താൻവാല ഗ്രാമത്തിൽ താമസിക്കുന്നവനായിരുന്നു. 1914 അദ്ദേഹം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കൈകളിൽ ബയ്യത്ത് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് മലിക് ദാവൂദ് സാഹിബിന് പ്രാദേശിക തലത്തിൽ ജമാഅത്ത് സദറായും സെക്രട്ടറി മാലായും അൻസാറുലായാലും സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുകയുണ്ടായി. പിന്തുടർച്ചക്കാരിൽ 3 മക്കളും 4 ആൺമക്കളുമുണ്ട്. ഒരു മകൻ മുഹമ്മദ് അക്മൽ സാഹിബ് ജമാഅത്തിൻ്റെ മുറബ്ബിയാണ്. അദ്ദേഹം ഗാംബിയയിലാണ്. അവിടെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തന മേഖലയിലായത് കാരണം തൻ്റെ പിതാവിൻ്റെ ജനാസിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മകൻ അക്മൽ സാഹിബ് എഴുതുന്നു, വന്യപിതാവ് വളരെ സൽസ്വഭാവിയും സദാ പുഞ്ചിരി തൂകുന്ന ഊർജ്ജസ്വലനായ മനുഷ്യനുമായിരുന്നു. തബ്ലീഗിനോട് വലിയ അഭിനിവേശമായിരുന്നു. എപ്പോഴും സിന്ധിൽ തൻ്റെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നും തബ്ലീഗിനായി കാരണമുണ്ടാക്കിയ ആളുകളോട് തബ്ലീഗ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പാകിസ്ഥാനിൽ കർശനമായ നിയമം പാസ്സാക്കപ്പെടുന്നതുവരെ കൂടെ ലഘുലേഖകളും സൂക്ഷിക്കുമായിരുന്നു. എപ്പോഴും തബ്ലീഗ് ചെയ്യുമായിരുന്നു. അതുമൂലം ആളുകളെ തൻ്റെ സ്വാധീനത്തിലാക്കുകയും ചെയ്തു. വളരെ അതിഥി സൽക്കാര പ്രിയനായിരുന്നു. ഏത് അതിഥി വന്നാലും മർക്കസിൻ്റെ അതിഥിയായാലും മറ്റാരായാലും അവർക്ക് ആതിഥ്യം അരുളുമായിരുന്നു. ജമാഅത്തിൻ്റെ നമസ്കാര സെൻറ്റർ സ്ഥാപിതമാകുന്നതുവരെ സ്വന്തം വീട്ടിൽ ബാജമാഅത്ത് നമസ്കാരത്തിന് സൗകര്യമൊരുക്കിയിരുന്നു. ഫജ്ർ നമസ്കാരാനന്തരം നല്ല ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ തിലാവത്ത് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ ഒരു സെൻറ്ററിൽ തന്നെ മറ്റ് ജമാഅത്തുകളിൽ നിന്നുള്ള ആളുകളും ജുമ നമസ്കരിക്കാൻ വരാറുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തൻ്റെ കൃഷിസ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ കൃഷിസ്ഥലങ്ങളിൽ ചെന്ന് അതിൻ്റെ ഓരോ കോണിലും നഫിൽ നമസ്കരിക്കാറുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. അതുമൂലം അല്ലാഹു എൻ്റെ വിളവിൽ ബർക്കത്ത് നൽകുകയും മറ്റുള്ളവരുടേതിനേക്കാൾ ഇരട്ടി വിളവ് നൽകുകയും ചെയ്യുമായിരുന്നു. ഇതുപോലെ അവിടെ തൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹം പണിത വീട് മുഴുവനായി സ്ഥിരമായി ജമാഅത്തിന് നൽകണമെന്നും ജമാഅത്തിൻ്റെ സെൻറ്ററായി മാറ്റണമെന്നും തൻ്റെ മക്കളോട് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ അപ്രകാരം തന്നെ ചെയ്തു. അതിഥി സൽക്കാരം അദ്ദേഹത്തിൻ്റെ വലിയ പ്രകടമായ ഗുണമായിരുന്നു. ആളുകളെ സേവിക്കുന്നതും ജമാഅത്തിനോട് പൂർണ്ണമായ അനുസരണവും ഖുതുബകൾ കേൾക്കലും അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഗുണമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون
اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر